ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അസിമെട്രിക് സിന്തസിസ്, നീഡ് ഫോർ അസിമെട്രിക് സിന്തസിസ്, സ്റ്റീരിയോ സെലക്ടിവിറ്റി, അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പെസിഫിസിറ്റി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൈറൽ പൂൾ എന്താണ്, ദെൻ കൈറൽ പൂൾ സിന്തസിസ് ഓഫ് ബീറ്റിൽ ഫ്രമോൺ കമ്പോണന്റ് എസ് ഇപ്സനോൾ ഫ്രം എസ് ല്യൂസിൻ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ അസിമെട്രിക് റിയാക്ഷന്റെ ക്ലാസിഫിക്കേഷനും നോക്കാം. സോ ഫസ്റ്റ് വൺ, കൈറൽ പൂൾ. നമുക്കറിയാം, നാച്ചുറലി ഒക്വറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നേച്ചർ സിന്തസൈസ് ചെയ്യുന്നതെല്ലാം എനാൻഷ്യോമറിക്കലി പ്യുവർ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും. ഓക്കെ, ഓൺലി വൺ എനാൻഷ്യോമർ മാത്രം സിന്തസൈസ് ചെയ്യാൻ നേച്ചറിന് പറ്റും. പക്ഷെ നമ്മളൊരു കോമ്പൗണ്ട് സിന്തസൈസ് ചെയ്യാണ്, നമ്മളൊരു അക്കൈറൽ യൂണിറ്റിനെ കൈറൽ യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ മിക്സ്ചർ ഓഫ് എനാൻഷ്യോമേഴ്സ് അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് ഡയാസ്റ്റീരിയോമേഴ്സ് ആയിരിക്കും കിട്ടുക. ഓക്കെ, ഒന്നല്ലെങ്കിൽ നമുക്ക് റെസിനിക് മിക്സ്ചർ ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ അൺഈക്വൽ എമൗണ്ട്സിൽ നമുക്ക് കിട്ടും. എനാൻഷ്യോമറിക്കലി പ്യുവർ ആയിട്ട് സിന്തസൈസ് ചെയ്യുന്നത് നേച്ചറാണ്. സോ അത്തരത്തിലുള്ള കോമ്പൗണ്ട്സിന്റെ കളക്ഷനെയാണ്, അതായത് എനാൻഷ്യോമറിക്കലി പ്യുവർ ആയിട്ടുള്ള കോമ്പൗണ്ട്സിന്റെ കളക്ഷനെയാണ് നമ്മൾ കൈറൽ പൂൾ എന്ന് പറയുന്നത്. സോ കൈറൽ പൂൾ ഇസ് എ കളക്ഷൻ ഓഫ് ചീപ്പ്, റെഡിലി അവൈലബിൾ എനാൻഷ്യോമറിക്കലി പ്യുവർ നാച്ചുറൽ കോമ്പൗണ്ട്സ്. ആൻഡ് അതിന് എക്സാമ്പിൾസ് ആണ് സിമ്പിൾ അമിനോ ആസിഡ്സ്, then derivatives of amino acids like amino alcohols and hydroxy acid, then carbohydrates and their derivatives. Chiral pool synthesis is one of the simplest and oldest approaches for enantioselective synthesis. Chiral pool synthesis of betyl pheromone component S ipsenol from S leucine. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ബീറ്റിൽ ഫിറമോൺ ആയിട്ടുള്ള, ബീറ്റിൽ ഫിറമോൺ എന്ന് പറയുന്നത് ഒരുപാട് എനാൻഷ്യോമറിക്കലി പ്യുവർ ആയിട്ടുള്ള കോമ്പൗണ്ട്സിന്റെ മിക്സ്ചർ ആണ്. അതിലെ ഒരു കമ്പോണന്റ് ആണ് ഇപ്സനോൾ എന്ന് പറയുന്നത്. അത് നമ്മൾ ല്യൂസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൽ നിന്നും നമുക്ക് എങ്ങനെ കൈറൽ പൂൾ സിന്തസിസ് വഴി സിന്തസൈസ് ചെയ്യാം എന്നുള്ളതാണ്. സോ മെയിൽ ബാർക്ക് ബീറ്റിൽ ബിലോങ്ങിങ് ടു ദ ജീനസ് ഇപ്സ് പ്രൊഡ്യൂസസ് എ ഫിറമോൺ ദാറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് സെവറൽ എനാൻഷ്യോമറിക്കലി പ്യുവർ കോമ്പൗണ്ട്സ്, വൺ ഓഫ് ദം ബീങ് എ സിമ്പിൾ ഡൈൻ ആൽക്കഹോൾ ഇപ്സനോൾ. സോ ഇതാണ് ഇപ്സനോൾ എന്ന് പറയുന്നത്. അതൊരു ഡൈൻ അടങ്ങിയിട്ടുള്ള ഒരു ആൽക്കഹോൾ ആണ്. Note the similarity of part of the structure of ipsenol to the widely available amino acid leucine. അപ്പൊ നമ്മൾ ഈ ലൂസിൻ അമിനോ ആസിഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ രണ്ടിന്റെയും സ്ട്രക്ചറിൽ ഏകദേശം സിമിലാരിറ്റി ഉണ്ട്. നമ്മൾ ഈ പാർട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടിലും ഈ പാർട്ട് സിമിലർ ആണ്. സോ നമ്മൾ ലൂസിന് എങ്ങനെ ഈ കോമ്പൗണ്ട് സിന്തസൈസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഓർഗാനിക്കൽ ഒരു കോമ്പൗണ്ട് സിന്തസൈസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് റിട്രോസിന്തറ്റിക് അനാലിസിസ് ആണ്. അതായത് നമുക്ക് ഏത് കോമ്പൗണ്ട് ആണോ വേണ്ടത് അത് നമ്മൾ എടുക്കും. അതിനെ നമ്മൾ ചെറിയ ചെറിയ അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് സ്മോൾ ഫ്രാഗ്മെന്റ് ആക്കും. എന്നിട്ട് നമ്മൾ ഏറ്റവും സ്മോൾ മോളിക്യൂൾ, ഇതിനെ സിന്തസൈസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ മോളിക്യൂൾ ഏതാണ്, ചെറിയ കോമ്പൗണ്ട് ഏതാണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ നമ്മൾ ബാക്കിലോട്ട് പോയിട്ട് ചെറിയ കോമ്പൗണ്ടിനെ ഐഡന്റിഫൈ ചെയ്തു. ദെൻ ആ കോമ്പൗണ്ടിൽ നിന്ന് സ്യൂട്ടബിൾ റിയാക്ഷൻസ് നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ റിക്വയർഡ് ടാർജറ്റ് മോളിക്യൂൾ ഏതാണോ അതിനെ നമ്മൾ സിന്തസൈസ് ചെയ്യാണ്. സോ നമ്മൾ ഇങ്ങനെ നോക്കിയപ്പം നമുക്ക് ലൂസിനുമായിട്ട് ഇതിന്റെ ഒരു സിമിലാരിറ്റി മനസ്സിലായി. സോ നമ്മൾ ലൂസിനിൽ നിന്ന് ഇത് എങ്ങനെ സിന്തസൈസ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. സോ ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ഈ അമിനോ ആസിഡിനെ നമ്മൾ ഡയസോട്ടൈസേഷൻ ചെയ്യുന്നു നൈട്രസ് ആസിഡ് വെച്ചിട്ട്. നമുക്കറിയാം ഡയസോട്ടൈസേഷൻ ചെയ്താൽ NH2 മാറിയിട്ട് N2+ ആവും. N2+ നല്ലൊരു ലിവിംഗ് ഗ്രൂപ്പ് ആണ്. ആൻഡ് ഇവിടെയുള്ള ഈ കാർബോക്സിലിക് ഗ്രൂപ്പിന്റെ ഈ OH ലോൺ പെയർ ഇലക്ട്രോൺസ് നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ വഴി ഇതിന്റെ ലീവിങ്ങിനെ ഫേവർ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ ആണ്. ഓക്സിജൻ ലോൺ പെയറിനെ കൊടുക്കുന്നു, N2+ ലീവ് ചെയ്യുന്നു. ദെൻ ഇവിടെ ഇങ്ങനെ ഒരു റിംഗ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ അഗെയിൻ വാട്ടർ വന്ന് അറ്റാക്ക് ചെയ്യാണ്. വാട്ടർ വന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കും, ഈ ബോണ്ട് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യും. ഈ ബോണ്ട് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യും. ദെൻ ഇവിടെ എന്ത് ചെയ്തു, OH വന്നു. ദെൻ ഇത് വീണ്ടും തിരിച്ച് COOH ആയിട്ട് മാറി. ദെൻ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, THP ഡെറിവേറ്റീവ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അതായത് THP ഗ്രൂപ്പായിട്ട് റിയാക്ട് ചെയ്യാണ്. നമ്മൾ ഇനി ചെയ്യുന്ന റിയാക്ഷനിൽ OH ഗ്രൂപ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ OHനെ പ്രൊട്ടക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ OHനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് THP എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് THP ഡെറിവേറ്റീവ് ആയിട്ട് മാറി. ഇനി നമ്മൾ റിയേജന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്രൂപ്പ് റിയാക്ട് ചെയ്യില്ല, കാരണം നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്തു. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ നമുക്ക് കിട്ടിയിട്ടുള്ള, നമ്മളിപ്പോ ഇവിടെ നമ്മുടെ അമിനോ ആസിഡിനെ, ലൂസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ അതിന്റെ ഹൈഡ്രോക്സി ആസിഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. അതിന്റെ കറസ്പോണ്ടിങ് ഹൈഡ്രോക്സി ആസിഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. ഹൈഡ്രോക്സി ആസിഡ്. ഇനി ഈ ഹൈഡ്രോക്സി ആസിഡിലെ ഈ OH ഗ്രൂപ്പിനെ ഫസ്റ്റ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തു. സോ ഇനിയുള്ള റിയാക്ഷനിൽ ഈ OH റിയാക്ട് ചെയ്യില്ല, അത് പ്രൊട്ടക്ട് ചെയ്ത് കിടക്കുകയാണ്.
സോ ഇനി നമ്മൾ അടുത്തത് ആൽക്കഹോൾ ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് ട്രീറ്റ് ചെയ്യുക. നമുക്കറിയാം ആസിഡും ആൽക്കഹോളും റിയാക്ട് ചെയ്താൽ അവിടെ എസ്റ്റർ ഫോം ചെയ്യും. സോ കറസ്പോണ്ടിങ് എസ്റ്റർ COOR ഫോം ചെയ്തു. ദെൻ നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്യാണ്. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്ന് പറയുന്നത് റെഡ്യൂസിങ് ഏജന്റ് ആണ്. സോ ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് ഏജന്റ്. നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്യാണ്. റെഡ്യൂസ് ചെയ്താൽ എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്താൽ കറസ്പോണ്ടിങ് ആൽക്കഹോൾ ആയിട്ടാണ് അത് മാറുക. സോ ഈ ഗ്രൂപ്പ് CH2OH ആയിട്ട് മാറും. CH2OH ആയിട്ട് മാറി. ഓക്കെ. ദെൻ നമ്മൾ അതിനെ ടൊസൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഈ HCl റിമൂവ് ചെയ്തിട്ട് ഇത് കറസ്പോണ്ടിങ് OTS ആയിട്ട് മാറും. ഓക്കെ, HCl റിമൂവ് ചെയ്തിട്ട് അത് കറസ്പോണ്ടിങ് OTS ആയിട്ട് മാറും. ആൻഡ് ഈ OTS എന്ന് പറയുന്നത് നല്ലൊരു ലിവിംഗ് ഗ്രൂപ്പ് ആണ്. ഓക്കെ. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, ആസിഡിന്റെ പ്രസൻസിൽ ഈ പ്രൊട്ടക്റ്റഡ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തു. ഇനി ഡീപ്രൊട്ടക്ഷൻ ചെയ്യാം. ഡീപ്രൊട്ടക്ട് ചെയ്തു ആൻഡ് ഈ ഓക്സിജനിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ബാക്ക് സൈഡ് അറ്റാക്ക് നടത്തിയിട്ട് എന്ത് ചെയ്യാണ്, ടൊസൽ ഗ്രൂപ്പിന്റെ ലീവിങ്ങിനെ ഫേവർ ചെയ്യാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, ഒരു എപ്പോക്സൈഡ് റിംഗ് ഇവിടെ ഫോം ചെയ്യും. ഓക്കെ, എപ്പോക്സൈഡ് റിംഗ് ഫോം ചെയ്തു. ഇനി നമ്മളെ കോമ്പൗണ്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു ഡൈയിൻ കമ്പോണന്റ് ആണ്. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രിഗ്നാർഡ് റിയേജന്റ് നമ്മൾ ചൂസ് ചെയ്തു. അത്തരത്തിലുള്ള ഒരു ഡൈയിൻ കമ്പോണന്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റ് നമ്മൾ ചൂസ് ചെയ്തു. നമുക്കറിയാം ഗ്രിഗ്നാർഡ് റിയേജന്റ് നമുക്ക് കാർബാനയോണാണ് പ്രൊവൈഡ് ചെയ്യുക. സോ ഈ എപ്പോക്സൈഡ് റിംഗ് അൺസ്റ്റേബിൾ ആണ്. സോ റിംഗ് ഓപ്പണിംഗ് നടക്കും. നമുക്ക് ഈ സൈഡിലേക്കും റിംഗ് ഓപ്പണിംഗ് ചെയ്യാം, ഈ സൈഡിലേക്കും റിംഗ് ഓപ്പണിംഗ് ചെയ്യാം. പക്ഷേ ഈ സൈഡ് ഹിൻഡേർഡ് ആണ്. ഓക്കെ, ഈ സൈഡ് ഹിൻഡേർഡ് ആണ്. അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ സ്റ്റെറിക് ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഇവിടെ ഈ സൈഡിലാണ് അറ്റാക്ക് നടക്കുക. സോ അറ്റാക്ക് നടന്നിട്ട് റിംഗ് ഇങ്ങനെ ഓപ്പൺ ചെയ്യും. സോ അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ കറസ്പോണ്ടിങ് ഹൈഡ്രോക്സൈഡ് ആയിട്ട് അത് മാറുന്നു. ദെൻ റിമൈനിങ് ഡൈയിൻ കമ്പോണന്റ് വന്ന അവിടെ. ഓക്കെ, ഇവിടെ ഡൈയിൻ കമ്പോണന്റ് അറ്റാക്ക് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ഈ കാർബൺ കഴിഞ്ഞാൽ ദെൻ നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജന്റിലെ പാർട്ട് വന്ന് അറ്റാക്ക് ചെയ്യും. സോ നമുക്ക് നമ്മുടെ ഇപ്സെനോൾ എന്ന് പറയുന്ന ബീറ്റിൽ പിറമോൺ കമ്പോണന്റ് കിട്ടി, ഇപ്സെനോൾ. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൂസിനിൽ നിന്ന് ഇപ്സെനോൾ സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ THP ഡെറിവേറ്റീവ് വാസ് പ്രിപ്പയർഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദി ആൽക്കഹോൾ. നമ്മൾ THP ഡെറിവേറ്റീവ് ഉണ്ടാക്കിയത് ആൽക്കഹോളിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ആസിഡിനെ റെഡ്യൂസ് ചെയ്തു വേ ദ ഫോർമേഷൻ ഓഫ് എസ്റ്റർ. ആദ്യം എസ്റ്റർ ഫോം ചെയ്തിട്ട് അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അപ്പൊ നമുക്ക് അവിടെ ഒരു ലീവിംഗ് ഗ്രൂപ്പ് ആയിട്ടുള്ള ടൊസൈൽ ഗ്രൂപ്പിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. ടൊസൈൽ ക്ലോറൈഡ് മാറ്റി ട്രീറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ടൊസൈൽ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. ദെൻ അതിനെ ആര് ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്, എപ്പോക്സൈഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. ദെൻ എപ്പോക്സൈഡ് റിയാക്റ്റഡ് വിത്ത് ഗ്രിഗ്നാർഡ് റിയേജന്റ് കാരിയിങ് ദ ഡൈയിൻ പോർഷൻ ഓഫ് ദ ടാർജറ്റ് മോളിക്യൂൾ. ദെൻ എപ്പോക്സൈഡ് എന്ത് ചെയ്തു, നമ്മുടെ ഡൈയിൻ പോർഷനുമായിട്ട് റിയാക്ട് ചെയ്തു. സോ ഇത്രയാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ നമ്മുടെ അമിനോ ആസിഡ് എടുത്തു, അതിനെ ഡയാസോട്ടൈസേഷൻ ചെയ്ത് N2+ ആയി. ദെൻ അതൊരു നല്ലൊരു ലിവിംഗ് ഗ്രൂപ്പ് ആണ്. ഇവിടെ നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ വഴി ഒരു റിംഗ് ഫോം ചെയ്തു. ദെൻ വാട്ടർ അറ്റാക്ക് ചെയ്തിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ഹൈഡ്രോക്സി ആസിഡ് ഫോം ചെയ്തു. ദെൻ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. മീൻസ് ആൽക്കഹോളിനെ പ്രൊട്ടക്ട് ചെയ്യുക. സോ നമ്മൾ THP ഡെറിവേറ്റീവ് വെച്ചിട്ട് ആൽക്കഹോളിനെ പ്രൊട്ടക്ട് ചെയ്തു. ദെൻ ആസിഡിനെ എസ്റ്റർ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. ദെൻ റിഡക്ഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ ഒരു ടൊസൈൽ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. ടൊസൈൽ ഗ്രൂപ്പ് നല്ലൊരു ലിവിംഗ് ഗ്രൂപ്പ് ആണ്. അത് ലീവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു എപ്പോക്സൈഡ് റിംഗ് ഫോം ചെയ്യും. സോ എപ്പോക്സൈഡ് റിംഗ് ഫോം ചെയ്തതിന് നമുക്ക് ഡൈയിൻ കമ്പോണന്റ് ആണ് വേണ്ടത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റ് നമ്മൾ ചൂസ് ചെയ്തു. ദെൻ അതിൽ ഈ സൈഡിലാണ് അറ്റാക്ക് നടക്കുക, കാരണം മറ്റു സൈഡ് ഹിൻഡേർഡ് ആണ്. സോ അറ്റാക്ക് നടന്ന് റിംഗ് ഓപ്പണിംഗ് നടന്നിട്ട് നമുക്ക് ഇപ്സെനോൾ കിട്ടി. ഓക്കെ, സോ അത്രയാണ് സിന്തസിസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അസിമെട്രിക് സിന്തസിസിനെ നമ്മൾ സബ്സ്ട്രേറ്റ് കൺട്രോൾഡ് അസിമെട്രിക് സിന്തസിസ്, കൈറാൽ ഓക്സിലറി കൺട്രോൾഡ് അസിമെട്രിക് സിന്തസിസ്, കൈറാൽ റിയേജന്റ് കൺട്രോൾഡ് അസിമെട്രിക് സിന്തസിസ്, കൈറാൽ കാറ്റലിസ്റ്റ് കൺട്രോൾഡ് അസിമെട്രിക് സിന്തസിസ് എന്നിങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അസിമെട്രിക് സിന്തസിസ് പോസിബിൾ ആവുന്നത് നമ്മളൊരു കൈറാൽ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴിയാണ്. സോ ആ കൈറാൽ എൻവയോൺമെന്റ് നമ്മൾ എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമുക്ക് നോക്കാനുള്ളത്. സോ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇന്ന് നമ്മൾ കൈറാൽ പൂൾ എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നേച്ചർ സിന്തസൈസ് ചെയ്യുന്നത് എപ്പോഴും എനാൻഷ്യോമറിക്കലി പ്യുവർ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. അത്തരത്തിലുള്ള പ്യുവർ ആയിട്ടുള്ള ചീപ്പ് ആയിട്ടുള്ള റെഡിലി അവൈലബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സിന്റെ കളക്ഷനെയാണ് നമ്മൾ കൈറാൽ പൂൾ എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. ദെൻ കൈറാൽ പൂൾ സിന്തസിസ് ഓഫ് ബീറ്റിൽ പിറമോൺ കമ്പോണന്റ് എസ് ഇപ്സെനോൾ ഫ്രം ലൂസിൻ എങ്ങനെയാണെന്നും കണ്ടു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. സോ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.